ഫ്രാൻസിൽ വൻ കോലാഹലം നടക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഫ്രാൻസിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഫെറ്റെ ഡി ലാ മ്യൂസിക്, അതായത് വേൾഡ് മ്യൂസിക്, ഈ വർഷം ശ്രദ്ധാകേന്ദ്രമായത് സംഗീതത്തിനും ആഘോഷത്തിനും പകരം അക്രമം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അരാജകത്വം എന്നിവ മൂലമാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ ദേശീയ ഉത്സവത്തിനിടെ സ്ത്രീകൾക്കെതിരായ സിറിഞ്ച് ആക്രമണം, ബലാത്സംഗം, മർദ്ദനം, തെരുവുകളുടെ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഫ്രാൻസിൽ നടക്കുന്ന മതപരമായിട്ടുള്ള ആക്രമണങ്ങൾ, തീവ്രവാദ ആക്രമണങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഇതും ചർച്ച ചെയ്തേ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പാരീസ് ഉൾപ്പെടെ രാജ്യത്തെ പല നഗരങ്ങളിലെയും സ്ത്രീകൾ തിരക്കേറിയ സ്ഥലത്ത് സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയതായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ഇരകളിൽ ചിലർ ഉടനെ തന്നെ ആശുപത്രിയിൽ പോയി. പാരീസിലെ ബൊളിവാർഡ് ഡി ലാ മഡലീൻ പ്രദേശത്ത് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ആക്രമിച്ചതിനെ തുടർന്ന് ഒരു സ്ത്രീ ബോധരഹിതയായി വീണു. അടിയന്തരാവസ്ഥയിൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഈ സിറിഞ്ചിൽ മയക്കുമരുന്നോ അപകടകരമായ പദാർത്ഥമോ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉത്സവകാലത്ത് നിരവധി ലൈംഗിക അതിക്രമ കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബലാത്സംഗം, ലൈംഗിക പീഡനം എന്നിവ സംബന്ധിച്ച പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ കേസുകളും അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇരകളിൽ പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെട്ടിരിക്കാമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ രാജ്യം ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും യൂറോപ്പിലേക്ക് നോക്കും. അവിടെയുള്ള ആൾക്കാരുടെ സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ സ്തുത്യാർഹമാണ്, മാങ്ങാത്തൊലിയാണ്, തേങ്ങാക്കൊലയാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. സ്ത്രീകളെ പച്ചയ്ക്ക് നടു റോഡിലിട്ട് ബലാത്സംഗം ചെയ്യുക, സ്ത്രീകളുടെ ദേഹത്ത് സിറിഞ്ച് കുത്തി ഇറക്കുക, കുട്ടികളെ പോലും ഒരു കൺസേർട്ടിന്റെ ഇടയിൽ പിടിച്ച് ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ പീഡിപ്പിച്ചു വിടുക, ഇതൊക്കെയാണ് സായിപ്പിന്റെ പരിപാടി എന്ന് പറയുന്നത് യൂറോപ്പിൽ. എന്തായാലും സംഗീതോത്സവത്തിലെ ആക്രമണം ലൈംഗിക അതിക്രമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. പാരീസിലെ പല പ്രദേശങ്ങളിലും സംഘർഷങ്ങളും വഴക്കുകളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഏറ്റുമുട്ടലുകളും രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. നഗരത്തിലെ തിരക്കേറിയ ഷാറ്റലൈറ്റ് പ്രദേശത്ത് തിക്കിലും തിരക്കിലും പെട്ട് ഇടുങ്ങിയ തെരുവുകളിൽ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ടുണ്ടായ ആക്രമണം ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോരാട്ടം നടക്കുന്നതിനാൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പോലും കണ്ടെത്താത്ത അവസ്ഥയിലായിരുന്നു ഇത്. വലിയൊരു സ്റ്റാമ്പീഡിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള രീതിയിലാണ് അവിടെ ഈ സംഘടന ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.